ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 5 നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പല വിദ്യാർത്ഥികൾക്കും വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എഴുതിയിട്ടും നല്ല മാർക്ക് ലഭിക്കാത്ത, പരീക്ഷയ്ക്ക് തോറ്റുപോയ പല വിദ്യാർത്ഥികളും ഉണ്ടെന്ന് കമൻറ്റ് ബോക്സ് വഴി ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങളുടെ +1 മെയിൻ പരീക്ഷ എഴുതി മാർക്ക് കുറവായത് കൊണ്ടാണ് നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് എന്നൊരു കാര്യത്തിലേക്ക് കടന്നത്. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നന്നായിട്ട് എഴുതിയിട്ട് നിങ്ങൾ വിചാരിച്ചത്ര മാർക്ക് ലഭിക്കാത്ത, നിങ്ങൾക്ക് എഴുതിയെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾക്കായി ഇപ്പോൾ റീവാലുവേഷൻ, അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന എന്നീ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്ന് അപ്ലൈ ചെയ്യണം, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എന്താണ് അതിൻ്റെ മെത്തേഡ് എന്ന രീതിയിലുള്ള സർക്കുലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാർക്ക് കുറവായ എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് നിങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് തോറ്റുപോയ വിദ്യാർത്ഥികളും ഇനി എന്താണ് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് വേണ്ട മാർക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കുലർ ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം 1ാം വർഷ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെ സംബന്ധിച്ചതാണ്. അതിൽ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതിയായിട്ട് പറയുന്നത് 12/5/2025 ആണ്. അതായത് മെയ് 12-നകം ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയമാണോ, സൂക്ഷ്മ പരിശോധനയാണോ, ഫോട്ടോ കോപ്പിയാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രിൻസിപ്പലിന് 12/5/2025 മെയ് 12-നകത്ത് തന്നെ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. റിസൾട്ട് എല്ലാ വിദ്യാർത്ഥികളും നോക്കി നിങ്ങൾക്ക് മാർക്ക് കൂടിയ വിദ്യാർത്ഥികൾക്ക് ഞാൻ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. കുറഞ്ഞ വിദ്യാർത്ഥികളും ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വരുന്ന +2 പരീക്ഷകൾക്കൊക്കെ അതിൻ്റെ ഒരു നികത്തി നല്ല മാർക്കുകൾ വാങ്ങാൻ സാധിക്കും. നിങ്ങളുടെ result.hsc.kerala.government.in എന്ന സൈറ്റിൽ ഇപ്പം വ്യക്തമാണ്, എല്ലാവരും നോക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ സൂക്ഷ്മ പരിശോധനയും പുനർമൂല്യനിർണ്ണയവും ഫോട്ടോ കോപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പല വീഡിയോയിലായിട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോകളൊന്ന് പരിശോധിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ 12/5/2025 നിങ്ങൾ ആ ഒരു എന്തൊക്കെയാണോ വേണ്ട കാര്യങ്ങൾ സ്കൂളിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫോമുകളെല്ലാം പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്കിതിന് വരുന്ന മെയിൻ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിന് ഓരോ സബ്ജക്റ്റിനും 500 രൂപയും, സൂക്ഷ്മ പരിശോധനയ്ക്ക് ഓരോ സബ്ജക്റ്റിനും 100 രൂപയും, ഫോട്ടോ കോപ്പിക്ക് ഓരോ സബ്ജക്റ്റിനും 300 രൂപയും എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ 2 പേപ്പർ പുനർമൂല്യനിർണ്ണയത്തിന് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ അവിടെ ആവുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 10% മാർക്ക് ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ നേടിയ മാർക്കിനേക്കാളും 10% മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ ഫീസ് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളിൽ നിങ്ങൾക്കൊരു 60 മാർക്കുള്ള പരീക്ഷ പുനർമൂല്യനിർണ്ണയം കൊടുത്ത് 65 മാർക്കാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടി 65 മാർക്കായിരിക്കും പരിഗണിക്കുന്നത്. പക്ഷേ കുറഞ്ഞു പോയി 55 മാർക്കായാൽ പോലും നിങ്ങൾക്ക് നിലവിലുള്ള 60 മാർക്ക് തന്നെ ആ ഒരു പരീക്ഷയുടെ ഒറിജിനൽ മാർക്കായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് ഉറപ്പുണ്ട്, പക്ഷേ വേണ്ടത്ര മാർക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ ലഭിച്ചില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായും പുനർമൂല്യനിർണ്ണയത്തിന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ +2ൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായതും പരീക്ഷാ സംബന്ധമായുള്ള കാര്യങ്ങളും എല്ലാം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ എത്തിക്കുമെന്ന് ഉറപ്പു തരികയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.